ഗുരുഗിരിമാപുരോ വിഭുർമായിഷേദേതമോക്ഷപൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ശ്രീപതിയായിട്ടുള്ള ഭഗവാനിൽ അനന്യമായിട്ടുള്ള ഭക്തി, അതാണ് ഭാഗവത ധർമ്മം എന്ന് ഇന്ന് രാവിലെയും ഗുരുനാഥൻ പറഞ്ഞു, ഇന്നലെ പുഷ്പാഞ്ജലി സ്വാമിയായും. എന്താണ് ഒരു പുരുഷായുസ്സിൽ നേടിയെടുക്കേണ്ടത് എന്നുള്ളത് അനന്യമായിട്ടുള്ള ആ ശ്രീ തന്നെയാണ്. എന്താണ് നശിക്കാത്തതായിട്ടുള്ള ശ്രീ എന്ന് ചോദിച്ചാൽ ജ്ഞാനം, ഭക്തി. അതാണ്. അത് എങ്ങനെയാ നശിക്കാത്തതായിട്ടുള്ള ഭക്തി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അത് 2-3 വിധം ഗുരുനാഥൻ പറയാറുണ്ട്. ഒന്ന്, ജഡഭരതനെ പോലെ, അതായത് യോഗി ഭ്രഷ്ടന്മാരായിട്ടുള്ളവര്. അത് കഴിഞ്ഞ ജന്മങ്ങളിൽ ഭരത രാജർഷിയായിരുന്നു, യോഗാഭ്യാസം ചെയ്ത് എന്നാൽ ആ അനുഷ്ഠയിൽ നിന്ന് വ്യതിചലിച്ചപ്പോ പിന്നെ ഒരു മൃഗശരീരം എടുക്കേണ്ടി വന്നു. അതിനുശേഷം പിന്നെ ഒരു ബ്രാഹ്മണ ശരീരത്തിലൂടെ വന്ന ജഡഭരതൻ എന്ന് നമ്മൾ വിളിക്കാറുള്ള ആ യോഗിഭ്രഷ്ടനായിട്ടിരിക്കുന്ന യോഗീശ്വരൻ എങ്ങനെ നേടിയെടുത്തു. അതുപോലെ ചിലരങ്ങനെയല്ല, ആ അവതാര പുരുഷന്മാരായിട്ട് വരുന്നത്, അതായത് സാക്ഷാൽ ലക്ഷ്മണസ്വാമിയെ പോലെ രാമായണത്തിലെ പറയുന്ന. കാരണം ആ ജനനത്തിൽ തന്നെ രാമഭക്തിയോടുകൂടി എന്തിന് ലക്ഷ്മണനായിട്ട് അവതാരം എടുത്തു എന്ന് ചോദിച്ചാൽ ശ്രീരാമന് സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ വാൽമീകി രാമായണത്തിൽ പല സ്ഥലങ്ങളിൽ കാണാം, അവിടെ പർണശാല കെട്ടുമ്പോഴും അതുപോലെ ഒരു ബോട്ട്, ഒരു വഞ്ചി, രണ്ടുപേർക്കും ഗംഗ കടക്കാൻ വേണ്ടിയിട്ട് വഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ ശ്രീരാമസ്വാമി തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. സീതാദേവിക്ക് കയറാനായിട്ടും പിടിച്ചിരിക്കാനായിട്ടും ഒക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കി. അപ്പൊ എങ്ങനെ ലക്ഷ്മണ ഇതെങ്ങനെ പഠിച്ചു എന്നവിടെ ശ്രീരാമസ്വാമി തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. അങ്ങനെ ആ അവതാര പുരുഷന്മാർ, അവർക്ക് ആ ഒരു അനന്യമായിട്ടുള്ള ഭക്തി അത് ജന്മത്തിലെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ മഹാപുരുഷന്മാരുടെ അനുഗ്രഹം അതോടുകൂടി ജനിക്കുന്നവർക്ക് അങ്ങനെ. അതായത് പ്രഹ്ലാദനെ ഉദാഹരണം പറഞ്ഞാൽ, അത് നാരദ മഹർഷി ആ കയാതു ഹിരണ്യേശിപു തപസ്സിന് പോയപ്പോൾ കയാതുവിനെ രക്ഷിച്ചുകൊണ്ട് വന്ന് ആശ്രമത്തിൽ ഇരുത്തി 10 മാസം ആ നാരദ മഹർഷിയുടെ കഥ കേട്ട് ഗർഭത്തിലെ ആ ഭക്തി, ആ ഭഗവാനിലേക്കുള്ള രതി ഉണ്ടായിക്കൊണ്ട് ജന്മമെടുത്തതായിട്ടിരിക്കുന്ന ആ പ്രഹ്ലാദന്റെ കഥ നമുക്കറിയാം. അപ്പൊ അങ്ങനെ അനന്യമായിട്ടുള്ള ഭക്തി ഉണ്ടാവാം. അല്ലെങ്കിൽ പരീക്ഷത്തിനെ പോലെ എന്ന് പറയാറുണ്ട്. അവിടെ ഭഗവത് കൃപ കൊണ്ടാണ് ആ ഗർഭശ്രീമാൻ എന്ന് പറയുന്നത്. ശരിക്കും പരീക്ഷത്തിനെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നേ വരെ വേറൊരു കഥ കേട്ടിട്ടില്ല. കാരണം ആ ഗർഭത്തിലെ ഭഗവാൻ രക്ഷിച്ചു എന്നുള്ളതാണ്. ആ ബ്രഹ്മാസ്ത്രം വന്നു, ഉത്തര ശരണാഗതി ചെയ്യുന്നതും ഒക്കെ രാവിലെ നമ്മൾ കണ്ടു. മഹായോഗിൻ എന്ന് വിളിച്ച് ഭഗവാനെ ശരണാഗതി ചെയ്യുന്നു. അപ്പോ ആ ഗർഭത്തിലെ ഭഗവാൻ പ്രവേശിച്ച്, വളരെ സൂക്ഷ്മമായിട്ട് പ്രവേശിച്ച്, ഇതുവരെ കൗസല്യ ഗർഭത്തിലോ അല്ലെങ്കിൽ ദേവകിയുടെ ഗർഭത്തിലോ ഒന്നും ശരിക്കും ഗർഭവാസമേ ഭഗവാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഉത്തരയുടെ ഗർഭത്തിൽ, അപ്പോ ഗുരുനാഥൻ പറയും, അതൊരു ഭക്തന്റെ കൂടെ ആണെങ്കിൽ ഗർഭവാസവും എനിക്ക് സുഖം, ആനന്ദമാണ് എന്ന് പറഞ്ഞു ഭഗവാൻ 10 മാസം പരീക്ഷത്തിനോടുകൂടി പരീക്ഷത്തിനെ ചുറ്റിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ആ ഗർഭത്തിൽ അങ്ങനെ ഉണ്ടായതായിട്ടിരിക്കുന്ന ആ ഒരു പരീക്ഷത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങുമ്പോ പറയണത് തന്നെ എങ്ങനെയാണ്? അശ്വത്ഥാമനോപസൃഷ്ടേന ബ്രഹ്മശീഷ്ണോ ഒരു തേജസ ഉത്തരായ ഹതോ ഗർഭ ഈശേന ജീവിത പുനഃ. അവിടെ കരിഞ്ഞു പോയതാണ് ഗർഭം എന്ന് തന്നെയാണ് പറയണത്. പക്ഷെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈശ്വരൻ കൊടുത്തതായിട്ടിരിക്കുന്ന ആ ജീവിതം. അപ്പോ പരീക്ഷത്തിന് ആ ജന്മത്തിലെ ആ ഭഗവത് ഭക്തി, അതോടുകൂടി തന്നെയാണ് പരീക്ഷത്തിന്റെ ജനനം ഉണ്ടാകുന്നത്. അങ്ങനെ പരീക്ഷത്തിന്റെ ജന്മത്തോടുകൂടി പാണ്ഡവർക്ക് അതിയായിട്ടുള്ള ആ സന്തോഷത്തെ ലഭിക്കുന്നു. കാരണം കുരുവംശം തന്നെ നശിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഉത്തരയുടെ ഗർഭം
ഭഗവാൻ രക്ഷിച്ച് പരീക്ഷത്തിന്റെ ജന്മോത്സവം തന്നെയാണ് അവർ ആഘോഷിക്കുന്നത്. അവിടെ വിഷ്ണുരാധൻ എന്നാണ്, വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ട് ജനിച്ച കുട്ടിയായതുകൊണ്ട് വിഷ്ണുരാധൻ തന്നെയാണ് പേര്. പിന്നെ പരീക്ഷിത ഭഗവാനാണോ, ഞാൻ ഗർഭത്തിൽ കണ്ട ആളാണോ എന്ന് ആരെ കണ്ടാലും പരീക്ഷിക്കുന്നവൻ എന്നുള്ള പേരിൽ പരീക്ഷിത്തന്ന്. പിന്നെ പരീക്ഷീണേന ഗുരുവംശം ക്ഷയിച്ച് ഇരിക്കുന്ന സമയത്തുണ്ടായതായിട്ടിരിക്കുന്ന കുട്ടിയായതുകൊണ്ടും ഗുരുവംശത്തെ രക്ഷിക്കാനായിട്ട് വന്ന ജന്മമായതുകൊണ്ടും പരീക്ഷിത്ത് എന്നുള്ള പേരുണ്ട്. അങ്ങനെ ആ ജന്മോത്സവം ആഘോഷിക്കുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് അവിടെ പരീക്ഷത്തിന്റെ എങ്ങനെയാണ് ഭാവി എന്ന് പ്രവചിക്കാനായിട്ട് ബ്രാഹ്മണരെയൊക്കെ വിളിക്കുന്നു. അവര് ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറയണത്. കാരണം രാമനെ പോലെ ജനങ്ങളെ എല്ലാവരെയും രക്ഷിക്കുന്നവൻ ആശ്രിതവത്സലനായിരിക്കാം ആണ് ഈ കുട്ടി. ഭരതനെ പോലെ കീർത്തിയുള്ളവനാണ്. ഇക്ഷ്വാകു മഹാരാജാവിനെ പോലെ പ്രജാവത്സലനാണ്. സമുദ്രത്തെ പോലെ അതിക്രമിക്കാൻ പ്രയാസമുള്ളവനാണ്. അഗ്നിയെ പോലെ അജയ്യനാണ്. ഇങ്ങനെ അവര് പരീക്ഷത്തിന്റെ ആ കുട്ടിയുടെ വിശേഷതകളെല്ലാം പറഞ്ഞു വരുമ്പോ അവസാനം ഒരു തെല്ലൊരു ദുഃഖത്തോടു കൂടിയാണെങ്കിലും അവര് പറയാണ്, ഒരു ബ്രാഹ്മണ ശാപം കിട്ടാനിടയുണ്ട്. രക്ഷകാത് ആത്മനോനൃത്യം ദ്വിജപുത്രോപസർജിതാത് പ്രബൽസ്യത ഉപസൃത്യ മുക്തസംഗ പദം ഹരേഹേ. അങ്ങനെ ഒരു ബ്രാഹ്മണ ശാപം കിട്ടിയെങ്കിലും ഒരു ഗുരുവിനെ ആശ്രയിച്ച് ഭഗവാനിലേക്ക് അനന്യമായിട്ടുള്ള ഭക്തിയെ നേടിക്കൊണ്ട് ആ മോക്ഷത്തെ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ധർമ്മപുത്രക്ക് തെല്ല ആശ്വാസം ഉണ്ടായി. കാരണം ശാപം കിട്ടിയാണെങ്കിലും ശരി, ഒരു ഗുരുവിനെ ആശ്രയിക്കുന്നുണ്ടല്ലോ, ആ ഗുരുവിലൂടെ ഭഗവാന്റെ കഥകളെ കേട്ട് മുക്തിയാണല്ലോ തൻ്റെ കൊച്ചുമകന് ലഭിക്കുന്നത് എന്നറിഞ്ഞപ്പോ ചെറുതായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആ സമയത്താണ് അനേക കാലമായിട്ട് തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുന്നതായിട്ടുള്ള വിതുര മഹാശയൻ ഹസ്തിനപുരത്തേക്ക് ആഗതനാവുന്നത്. വിതുരർ ഉദ്ധവരെ കണ്ട്, അത് ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗത്ത് അവിടെ പറയുന്നുണ്ട്, ഉദ്ധവരെ കണ്ട് യമുനാ തീരത്ത് വെച്ച് ഉദ്ധവരെ കണ്ട് ഉദ്ധവരുടെ അടുത്തുനിന്ന് ഭാഗവതം തനിക്ക് ഭഗവാൻ ഉപദേശിക്കാൻ വേണ്ടി മൈത്രേയ മഹർഷിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞ് മൈത്രേയ മഹർഷിയിൽ നിന്ന് ഭാഗവത ഉപദേശമൊക്കെ നേടിയിട്ടാണ് വിതുരർ തിരിച്ച് ഇവിടെ വരണത്. മഹാഭാരത യുദ്ധം തുടങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ വിതുര മഹാശയൻ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. കാരണം അധർമ്മത്തിന്റെ കൂടെ നിൽക്കാനും പറ്റില്ല, ധർമ്മത്തിന്റെ കൂടെ തനിക്ക് ചേരാനും പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് അവിടുന്ന് തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ് ചെയ്യണത്. അങ്ങനെ ഇരിക്കെ യുധിഷ്ഠിരൻ ഇപ്പോ എല്ലാ ജയിച്ചിരിക്കുന്ന സമയത്ത് തങ്ങൾക്ക് കഷ്ടകാലം ഉണ്ടായിരുന്നപ്പോ തങ്ങളെ നോക്കിയിരുന്നതായിട്ടുള്ള വിതുര മഹാശയനെ ഇപ്പൊ എവിടെയാണെന്ന് അറിയുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചിരിക്കണം അതേ സമയത്ത് തന്നെയാണ്. കാരണം എങ്ങനെയാണ് വിതുര മഹാശയൻ നോക്കിയത് എന്ന് ചോദിച്ചാൽ ഇവരെ യുഷ്മത് പക്ഷഛായ സമേധിതാൻ എന്നാണ് ഭാഗവതം പറയുന്നത്. എങ്ങനെയാണോ ഒരു ഈ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ചിറകിന്റെ അടിയിൽ വെച്ച് പരിപാലിക്കുന്നത്, അതുപോലെയാണ് വിതുരര് നമ്മളെ പരിരക്ഷിച്ചത്. ആ വിതുര മഹാശയനെ എവിടെയാണ് ഇപ്പോൾ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ അനേക തീർത്ഥസ്നാനങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ഭഗവത് ദർശനങ്ങളും എല്ലാവർക്കും നടത്തിയിട്ടാണ് വിതുര മഹാശയൻ അങ്ങോട്ട് എത്തിച്ചേരുന്നത്. കൊട്ടാരത്തിലെത്തുന്നു, യുധിഷ്ഠിരൻ സ്വീകരിക്കുന്നു. അപ്പോഴാണ് അന്തപുരത്ത് ചെന്ന് നോക്കുമ്പോൾ തൻ്റെ സഹോദരനായിട്ടിരിക്കുന്ന ധൃതരാഷ്ട്രനും ഗാന്ധാരി അവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നത് കാണുന്നു. ധൃതരാഷ്ട്രൻ എടുത്തി എന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടാ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഇപ്പൊ 100 എണ്ണം ഉണ്ടായിരുന്നപ്പോ കിട്ടാത്തതായിട്ടുള്ള പരമസുഖമാണ് എനിക്കിവിടെ യുധിഷ്ഠിരന്റെ അടുത്തുനിന്നും സഹോദരന്മാരുടെ അടുത്തുനിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ വളരെ സുഖമായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ വിതുര മഹാശയർക്ക് വളരെയധികം സങ്കടമാണ് തോന്നിയത്. കണ്ട ഏട്ടൻ സുഖമായിട്ടിരിക്കുന്ന കണ്ടിട്ട് എന്താ ഇവിടെ സങ്കടം എന്നാണെന്നുണ്ടെങ്കിൽ, അഹോ മഹീയസീ ജന്തോർ ജീവിതാശായ ഭവാൻ എന്നാണ്. എത്ര സുഖം അനുഭവിച്ചാലാണ് മനുഷ്യന് മതിയാവുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. കാരണം ഏട്ടനിപ്പൊ കഴിക്കുന്ന ഭക്ഷണം ഭീമാവർജിതം പിണ്ടം,
ആ 100 പേരെയും തച്ചു കൊന്നതായിട്ടിരിക്കുന്ന ചോര പുരണ്ടതായിട്ടുള്ള ഭീമനാണ് അങ്ങേക്കിപ്പോ ചോറ് ഉരുട്ടി തരണത്. അവരുടെ പിണ്ടാണ് ഈ ഉരുട്ടി തരുന്നത്. എന്നിട്ട് പോലും ഏട്ടൻ ഒരു വിരക്തി വരുന്നില്ലല്ലോ. ഇപ്പോഴും എനിക്ക് സുഖാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം വിതുരമഹാശയർക്ക് അറിയാം, കാരണം അദ്ദേഹം അറിഞ്ഞിട്ടാണ് വരണത്, ഭഗവാന്റെ സുധാമനത്തെ അറിഞ്ഞിട്ടാണ് വരണത്. ഇനിയിപ്പോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 100 പേര് ആദ്യം പോയി, ഇപ്പൊ ഈ ഒരു 5 പേരും ഇപ്പോ മഹാപ്രസ്ഥാനം ചെയ്യുന്നതാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ തന്റെ ഏട്ടനെ രക്ഷിച്ച് ഭഗവത് മാർഗത്തിലേക്ക് എത്തിക്കണം എന്ന് വിതുരർക്കറിയാം. അതുകൊണ്ടാണ് അവിടെ ഒരു തല്ലുകൊടുത്താണെങ്കിൽ തല്ലുകൊടുത്തെങ്കിലും ആ വിരക്തിയെ വരുത്തി ഭഗവാനിലേക്ക് ഭക്തി വരുത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് വിതുര മഹാശയർ അവിടെ ഒരു കടുത്ത വാക്കുകൾ തന്നെയാണ് പറയണത്. അങ്ങക്ക് ഇനിയെങ്കിലും ഒരു തീർത്ഥയാത്രയ്ക്ക് പോയിക്കൂടെ? ഇത്രയൊക്കെ സഹിച്ചിട്ടും എന്താണ് വിഷയസുഖം മതിയാവാത്തത് എന്ന് ചോദിക്കണം. അപ്പോ പറയാൻ ഉടനെ എനിക്ക് കണ്ണ് കാണില്ലല്ലോ, പിന്നെ ഇല്ലേ ഞാൻ പോണേന്നാ. എന്നാ വരൂ ഏട്ടൻ പുറപ്പെട്ടോളൂ, ഞാനിപ്പോ കൊണ്ടുപോകാന്ന്. എന്നാ നാളെ രാവിലെ ആവാന്ന്. അപ്പൊ അല്ല, വിതുരര് പറയുന്നുണ്ട് ഇല്ല ഇപ്പൊ തന്നെ പോവാം, നിർഗമ്യതാം ശീഘ്രം ആണ്. ഉടനെ തന്നെ അങ്ങനെ ഏട്ടനെയും ഏടത്തെയും വിളിച്ചുകൊണ്ട് അവര് ഹിമാലയ പ്രാന്തത്തിലേക്ക് സഞ്ചരിക്കുകയും അവിടെ ചെന്ന് നിരാഹാര യോഗ ആസനകളൊക്കെ ശീലിച്ച് ഭഗവാനിലേക്ക് ആ അനന്യമായിട്ടുള്ള ഭക്തി. അപ്പൊ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും കാലം തന്റെ രാജ്യം ദുര്യോധനയെ വിട്ടൊരു കളി ധൃതരാഷ്ട്രത്തില്ലായിരുന്നു. ദുര്യോധനൻ എന്തു പറയുന്നു അതനുസരിക്കാനിരിക്കുന്ന ഒരു അന്ധൻ തന്നെയായിരുന്നു, വിഷയ അന്ധൻ തന്നെയായിരുന്നു. പക്ഷെ ആ നിമിഷം മാത്രം മതി ഗുരുവിന്റെ ഉപദേശം. ഗുരുവിന്റെ ഒരു ഉപദേശം അല്ല ഒരു വാക്കുകൊണ്ട് ആ നിമിഷം മാത്രം മതി നമുക്ക് വിഷയത്തിലേക്ക് വിരക്തി വരാനും ഭഗവാനിലേക്ക് ശക്തി വരാനും എന്നാണ്. അങ്ങനെ ആ പതിവ്രതയായിട്ടിരിക്കുന്ന പത്നിയോടുകൂടി ധൃതരാഷ്ട്ര ഹിമാലയത്തിൽ വെച്ച് ഭഗവാനിലേക്ക് ലയിക്കുന്ന ഒരു രംഗത്തെയും കാണിച്ചുകൊണ്ട് പിന്നെ തിരിച്ചാദ്യ ഹസ്തനപുരത്തിലേക്ക് തന്നെയാണ് ആ വീഡിയോ തിരിച്ചു വെക്കുന്നത്. ഇതേ സമയത്ത് പിറ്റേ ദിവസം രാവിലെ, ഇത് രാത്രിയിലായിരുന്നു, രാത്രിയിൽ തന്നെ ഇവര് പോയി. പിറ്റേ ദിവസം രാവിലെ വല്യമ്മയുടെയും വല്യച്ഛന്റെയും പാദം തൊട്ട് വന്ദിക്കാനായിട്ട് വരുന്ന യുധിഷ്ഠിരർ അന്തപുരത്തിൽ ആരെയും കാണുന്നില്ല. വിതുരരെയും കാണുന്നില്ല, ധൃതരാഷ്ട്രയെയും കാണുന്നില്ല, ഗാന്ധാരിയെയും കാണുന്നില്ല. ഉടനെ വിലപിക്കാൻ തുടങ്ങി. ഇവരെവിടെ പോയി? കാരണം ഒന്നാമതേ പ്രായമായവര്, പോരെങ്കിൽ കണ്ണ് കാണാത്തവര്. ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തതായിട്ടുള്ള സേവനം പോരായിക കൊണ്ടാണോ? എന്താണ് ഇവർ എവിടെ പോയി? ആരോടാ ചോദിക്കുക? സന്തത സഹചാരിയായിട്ടിരിക്കുന്ന സഞ്ജയനെ അവിടെ കാണുന്നുണ്ട്. സഞ്ജയനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വിവരമെല്ലാം മനസ്സിലായി എങ്കിലും സഞ്ജയനവിടെ പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയുന്നില്ല. അങ്ങനെ അന്തപുരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നാരദ മഹർഷി, വീണാവാണിയായിട്ടിരിക്കുന്ന നാരദ മഹർഷി അവിടെ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമജപത്തോടുകൂടി വീണാവാണിയായിട്ട് നാരദ മഹർഷി അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. യുധിഷ്ഠിരർ വളരെ ദുഃഖത്തോടുകൂടി, ഇനി ഞങ്ങളുടെ എന്തെങ്കിലും പോരായ്മ കൊണ്ടാണോ വല്യച്ഛനും വല്യമ്മയും ഇപ്പോ കൊട്ടാരം വിട്ടു പോയിരിക്കുന്നത്? അവരെവിടെ പോവാനാണ്? അവരെ ഇനി ആരാണ് രക്ഷിക്കാനുള്ളത് എന്നൊക്കെ വിലപിക്കുന്ന യുധിഷ്ഠിരനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്യണത്. അങ്ങ് അന്വേഷിക്കാനൊന്നും പോവണ്ട, അവരെവിടെയാണോ എത്തേണ്ടത് ആ സ്ഥാനത്ത് അവരെത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഒട്ടും സങ്കടപ്പെടേണ്ട എന്ന് പറയുന്നു. യുധിഷ്ഠിരന് പക്ഷേ പൂർണ്ണതൃപ്തിയായോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഒരു ദുർലക്ഷണങ്ങൾ കാണുന്നതായിട്ട്, തൻ്റെ ഈ ഇടതുവശം, ഇടത് പുരികം, ഇടത് കയ്യ് എല്ലാം തുടിക്കുന്നതായിട്ട്. കാരണം പുരുഷന്മാർക്ക് ഇടതുവശം തുടിച്ചാൽ മോശമാണ്, അത് ദുർലക്ഷണമാണ്. സ്ത്രീകൾക്കാണ് ഇടതുവശം തുടിച്ചാൽ, പുരുഷന്മാർക്ക് വലതുവശമാണ് നല്ലത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ദുർലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ആകാശത്തിൽ എന്തോ കത്തിജ്വലിക്കുന്ന അഗ്നിഗോളം പോലെയാണ് സൂര്യൻ ജ്വലിക്കുന്നത്. അത് മാത്രമല്ല പകൽ സമയത്ത് കുറുക്കന്മാരുടെയൊക്കെ ഓരി കേൾക്കണു. പശുവിന്റെ അവിടിൽ നിന്ന് പാലിന് പകരം ചോര പൊടിയുന്നു. അതുപോലെ പശുക്കുട്ടികൾ പാല് കുടിക്കണില്ല. അമ്പലത്തിലെ ദൈവതാനി രുദന്തീവ, അമ്പലത്തിലെ ബിംബങ്ങൾക്കെല്ലാം ഒരു ഇളക്കം ഉണ്ടാവുക, വേർക്കുക, അവർ കരയുന്നത് പോലെ, ഭഗവാൻ കരയുന്നത് പോലെ തോന്നുക. ഇങ്ങനെയൊക്കെയുള്ള അനേകമായിട്ടുള്ള കുറെ ദുർലക്ഷണങ്ങളൊക്കെ അവിടെ കാണുമ്പോൾ ദുഷ്ടരൻ ആകപ്പാടെ മനസ്സ് അസ്വസ്ഥമാകുകയാണ് ചെയ്യണത്.
ഭീമസേനോട് ചോദിക്കുന്നുണ്ട്. കാരണം നേരത്തെ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ പറഞ്ഞല്ലോ, ഭഗവാൻ തിരിച്ചു ദ്വാരകയിലേക്ക് എഴുന്നള്ളി. കുന്തിദേവി നമസ്കരിച്ചു, അതുപോലെ ഭീഷ്മർക്ക് നല്ല ഗതിയെ കൊടുത്ത് ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോയി. അപ്പൊ അതിന്റെ കൂടെ അർജുനനെയും, അർജുനൻ ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള ഒന്നാമത്തെ സുഹൃത്താണ്, ഓരെങ്കിൽ ഭാര്യ വീടാണ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിലേക്ക് ഒരു സന്ദർശനം ഉള്ളതാണ് അർജുനൻ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ കൂടെ അർജുനനും പോയിരുന്നു. പക്ഷെ തിരിച്ചെത്തുന്നില്ല. 6 മാസത്തോളമായി. എന്താണ് അർജുനൻ തിരിച്ചു വരാത്തത്? എന്താണ് ഇങ്ങനെ ഒരുപാട് ദുർലക്ഷണങ്ങൾ കാണുന്നത്? ഭീമസേന, എനിക്ക് ആകെ ഒരു അസ്വാസ്ഥ്യം ഏർപ്പെടുന്നു, ഇതിനെന്താണ് കാരണം എന്നൊക്കെ അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദൂരത്തേക്ക് നോക്കുമ്പോ വളരെ പ്രാകൃതനായിട്ട് എന്തോ ഒരു വലിയൊരു സാധനം, തന്നെ കൊണ്ട് എടുക്കാൻ പറ്റാത്തതായിട്ടിരിക്കുന്ന ഒരു വസ്തുവിനെയും വലിച്ചുകൊണ്ട് വളരെ രോദനം ചെയ്തുകൊണ്ട് ഒരു മലീമസമായ വേഷത്തോടു കൂടി ഒരാള് കൊട്ടാരത്തിലേക്ക് വരുന്നതായിട്ട് ഇവര് കാണുന്നുണ്ട്. അവർക്ക് ആരാന്ന് പോലും മനസ്സിലാവണില്ല. അടുത്തടുത്ത് വരുമ്പോഴാണ് മനസ്സിലാവണത് അത് തന്റെ സഹോദരനായിട്ടിരിക്കുന്ന അർജുനനാണല്ലോ എന്ന് ദുഷ്ടന് മനസ്സിലായി. അടുത്തെത്തിയോടുകൂടി അർജുനൻ ആ എടുക്കാൻ പറ്റാത്ത സാധനം എന്ന് പറയുന്നത് ഗാന്ധീവം വില്ലാണ്. അതെടുത്താണ് അജയ്യനായിട്ട് നിന്നിരുന്ന അർജുനൻ അതൊരു പൊക്കാൻ പോലും സാധിക്കാതെ വലിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. വന്ന് യുധിഷ്ഠിരന്റെ മുമ്പിലേക്ക് വന്ന് വീണ് അർജുനൻ വിലപിക്കുകയാണ് ചെയ്യണത്. വഞ്ചിതോഹം മഹാരാജ, നമ്മളെല്ലാവരെയും വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. നമ്മളെ എല്ലാവരെയും വഞ്ചിച്ചു മഹാരാജാവേ എന്നാ. ആരാ വഞ്ചിച്ചതെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ഭഗവാൻ, സാക്ഷാൽ ബ്രഹ്മമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അത് ഓരോ സന്ദർഭങ്ങളിലും നമ്മളെ ഭഗവാൻ കാണിച്ചു തന്നിരുന്നു. അല്ലയോ ജ്യേഷ്ഠ, നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ലല്ലോ എന്നാണ്. അവിടെ ഓരോ സന്ദർഭത്തെയും പറഞ്ഞ് യുധിഷ്ഠിരനെ വിലപിക്കുകയാണ് ചെയ്യണത്. ഈ ഗാന്ധീവം വില്ല് കൊലച്ചാണ് ഞാൻ നമ്മുടെ പത്നിയായിട്ടിരിക്കുന്ന കൃഷ്ണയെ, പാഞ്ചാലിയെ സ്വയംവരത്തിൽ, അതും എത്ര വിചിത്രമായിട്ടിരിക്കുന്ന ഒരു പരീക്ഷണമൊക്കെ ആയിരുന്നു അല്ലേ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പ ചെയ്ത് തറപ്പിക്കണമായിരുന്നു. അത് എല്ലാ ക്ഷത്രിയ വംശത്തിലുള്ള രാജാക്കന്മാരും പരിശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോ ഇവരെ കൊണ്ട് ആരിത് സാധിപ്പിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലിരുന്ന ഭഗവാനാണ് എന്നെ കൊണ്ടിത് സാധിപ്പിച്ചത്, അല്ലാതെ എനിക്കതിനുള്ള യാതൊരു കഴിവും ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു ജ്യേഷ്ഠ എന്നാണ്. അതുപോലെ നമ്മളെ കൊണ്ട് രാജസൂയം നടത്തിയത്, നമ്മളെ കൊണ്ട് ഓരോ അസ്ത്രത്തിന്റെയും ഓരോ വിശിഷ്ടമായിട്ടുള്ള അസ്ത്രങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് അഗ്നിക്ക് വേണ്ടി ഗാന്ധീവ ദാഹം നടത്തി, അതിൽ നിന്ന് അഗ്നിയുടെ സഹായത്തോടുകൂടി ഗാന്ധീവം വില്ല് ലഭിച്ചു. അതുപോലെ പാശുപതാസ്ത്രം, സാക്ഷാൽ ശിവനെ തപസ് ചെയ്ത പാശുപതാസ്ത്രത്തെ നേടിത്തന്നത് ആര് എന്ന് ചോദിച്ചാൽ എൻ്റെ അകത്തിരുന്ന് ഭഗവാനാണ് ഇതെല്ലാം പ്രചോദിപ്പിച്ചത്. അതുപോലെ രാജസൂയ യാഗം, ഇത്രയും വലിയ യാഗത്തെ, 18.5 മാസം നീണ്ടു നിൽക്കുന്ന രാജസൂയ യാഗത്തെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അതും ഒരിക്കലും ജയിക്കാൻ പറ്റാത്തതായിട്ടിരുന്ന ജരാസന്ധനെ അത് ഭീമേട്ടനെ കൊണ്ട് ജയിപ്പിച്ച് നമ്മളെ കൊണ്ട് രാജസൂയ യാഗം നടത്തി തന്നത് ആര് എന്ന് ചോദിച്ചാൽ സാക്ഷാത്തായിട്ടിരിക്കുന്ന ആ പരബ്രഹ്മമായിട്ടിരിക്കുന്ന ഭഗവാനായിരുന്നു. ഇതെല്ലാം പോട്ടെ, ആ ഭാരത യുദ്ധം അതാര് ചെയ്തു എന്ന് ചോദിച്ചാൽ ഗീത പറഞ്ഞ് എന്നെ ഉത്ബോധിപ്പിച്ച് ഞാനാണ് ചെയ്തത് എന്ന്, നമ്മളാണ് ചെയ്തത്, പാണ്ഡവരാണ് ജയിച്ചത് എന്ന് അവസാനം പറഞ്ഞു. ആരെ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഭഗവാനാണ് എല്ലാം. എന്നാൽ ഒരു സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് ഒരു അസ്ത്രം പോലും, ഒരു ആയുധം പോലും എടുക്കാതെ ആ ഭഗവാനാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. നമ്മളെ വഞ്ചിക്കുകയായിരുന്നു വീണ്ടും വീണ്ടും. നർമാണ്യുദാര രുചിരസ്മിത ശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദന. ഇങ്ങനെ എൻ്റെ കൂട്ടുകാരനല്ലേ കുന്തിദേവിയുടെ അടുത്ത് ചെല്ലും, അമ്മ എനിക്ക് വിശക്കണു, അച്ഛമ്പങ്ങളാണ്, അപ്പൊ അച്ഛമ്പങ്ങളെ എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞ് ചെന്നിട്ട് അവിടെ ഇരിക്കണ ചപ്രമഞ്ച കട്ടിലിൽ കിടന്നാൽ അർജുനൻ അതിയായി ക്ഷീണിച്ചിരിക്കുന്നു. അപ്പൊ അർജുനൻ എന്ത് ചെയ്യും? അർജുനൻ കാലെടുത്ത് ഭഗവാന്റെ മടിയിലാണ് വെക്കുന്നത്. അമ്മ ചോറോ എന്താണോ സംഭാരമോ എന്തെങ്കിലും എടുത്തോണ്ട് വരുന്ന സമയത്ത്
അർജുനൻ വളരെ ലാഘവത്തോടുകൂടി ഭഗവാന്റെ കാലിൽ തലയൊക്കെ വെച്ച് അല്ലെങ്കിൽ കാല് കയറ്റി വെച്ച് വിശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് കുന്തിദേവി സംഭാരമൊക്കെ എടുത്തുകൊണ്ട് വരും. അപ്പൊ അർജുനനാണ് ആദ്യം വാങ്ങിച്ചു കുടിക്കുക, എന്നിട്ട് ആ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് ഭഗവാൻ കുടിക്കുക. കാരണം അങ്ങനെ ആ ഒരു സുഹൃത്ത് ബന്ധം എപ്പോഴും സുഹൃത്ത് എന്നുള്ള സഖേ എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ച് നമ്മളെ വഞ്ചിക്കുകയായിരുന്നു, നമ്മുടെ കൂടെ സദാ നടന്നിരുന്നത്, നമ്മളെ കൊണ്ട് സർവ്വതും ചെയ്യിപ്പിച്ചിരുന്നത്. ഇത് അർജുനന്റെയോ പാണ്ഡവരുടെയോ മാത്രം കഥയല്ല, നമ്മൾ ഓരോരുത്തരെയും എല്ലാം ചെയ്യിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഭഗവാനാണ്. ഭഗവാൻ എന്നിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ വളരെ സ്ഥിരസ്മിത ശോഭിതാനിയ ചിരിച്ചുകൊണ്ട് ഭഗവാൻ നിന്നിരുന്നത്, നമ്മുടെ കൂടെ നിന്നിരുന്നത് വേറെ ആരുമല്ല ആ പരബ്രഹ്മം തന്നെയായിരുന്നു എന്ന് ഇന്നിപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അന്ന് നമ്മളത് ഓരോ നിമിഷവും അറിയാതെ പോയല്ലോ എന്നുള്ള ഒരു ചെറിയൊരു ദുഃഖത്തോടു കൂടി അവിടെ വീണ്ടും വീണ്ടും വിലപിക്കുന്നു. പിന്നെ തനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നതായിട്ടുള്ള ആ യുദ്ധസമയത്ത് പറഞ്ഞു തന്നിരിക്കുന്നതായിട്ടുള്ള ഗീതയെ ഇന്ന് രാവിലെ ഗുരുനാഥൻ പറഞ്ഞു അല്ലെ, ഗീത എന്നും രാവിലെ ഒരു അധ്യായമെങ്കിലും വായിക്കണം എന്ന് പറഞ്ഞു. ആ ഗീതയെ വീണ്ടും വീണ്ടും അനുസ്മരിച്ച് അർജുനൻ ആ ഒരു മനസ്സിനെ സമാധാനത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭഗവാന്റെ സ്വധാമഗമനത്തെ അറിഞ്ഞ പ്രഥ കുന്തിദേവി ആ നിമിഷം തന്നെ ഭഗവാനിലേക്ക് ലയിക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ഭഗവാൻ ഇല്ലാത്തതായിട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഇനി എന്തിനു നമ്മൾ ജീവിക്കണം, നമുക്ക് എന്തിനാണ് ഈ രാജ്യം, ഇനി എന്തിനാണ് സമ്പത്ത്, എന്തിനാണ് ഈ ആഭരണങ്ങൾ, ഈ ശരീരം തന്നെ എന്തിനാണ് എന്ന് ആ ഉത്തമ ഭക്തന്മാരായിട്ടിരിക്കുന്ന പാണ്ഡവർക്ക് മനസ്സിലാവുന്നു. അവരുടനെ തന്നെ മഹാപ്രയാണം ആ ഹിമവൽ സാനുവിലേക്ക് അവര് നടന്നു കയറുകയാണ് ചെയ്യണത്. അങ്ങനെ ഇരിക്കുന്ന ആ പ്രഥമ സ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലാണ് ഈ ഭഗവാൻ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനത്തെ വിവരിക്കുന്നത്. ആ അധ്യായം നിത്യം പാരായണം ചെയ്യേണ്ട അധ്യായം തന്നെയാണ്. ഭക്തി ഉണ്ടാവാനും വർദ്ധിക്കാനും ആ പാണ്ഡവരുടെ പ്രയാണത്തെ സംപ്രയാണം ശൃണോത്യനം സ്വസ്ഥയനം പവിത്രം ലദ്വാ ഹരോഭക്തിമുപൈതി സിദ്ധിന്നാണ്. ഹരിയിലേക്കുള്ള ഭക്തി ലഭിക്കുവാൻ ഈ അധ്യായത്തെ പാരായണം ചെയ്താൽ, കേട്ടാൽ തന്നെ മതി എന്നുള്ള ഫലസ്തുതിയും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പാണ്ഡവരുടെ മഹാപ്രസ്ഥാനത്തിന് ശേഷം പിന്നെ വംശത്തിലുള്ളതായിട്ടിരിക്കുന്ന ഈ ഉത്തമ ഭക്തിയോടുകൂടി തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ കൃപയാൽ ജന്മം ലഭിച്ചതായിട്ടിരിക്കുന്ന പരീക്ഷിത്തിനെ രാജ്യഭാരം ഏൽപ്പിക്കുന്നു. പരീക്ഷിത്ത് സർവവിദ്യകളും അഭ്യസിച്ച് എല്ലാ വിദ്യകളും അഭ്യസിച്ച് ഉത്തമനായിട്ടിരിക്കുന്ന ഒരു ക്ഷത്രിയ രാജകുമാരനായി തീർന്ന് രാജ്യത്തെ പരിപാലിക്കുന്നു. സമയമാകുമ്പോ ഉത്തരസ്യ തനയാം ഉഭയമേ, അമ്മാവന്റെ മകള് തന്നെയായിട്ടിരിക്കുന്ന ഇരാവതിയെ വിവാഹം കഴിച്ച് ജനമേജയൻ തുടങ്ങിയിട്ടുള്ള പുത്രന്മാരുണ്ടാകുന്നു. അങ്ങനെ വളരെ ധർമ്മത്തോടുകൂടിയും സത്യത്തോടുകൂടിയും പരിപാലിക്കുന്നതായിട്ടുള്ള പരീക്ഷത്തിന്റെ രാജ്യഭാരം, രാജ്യത്തെങ്ങും സുസമൃദ്ധിയും ഭക്തിയും എല്ലാം കളിയാടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദിഗ്വിജയത്തെയൊക്കെ നടത്തി പരീക്ഷിത്ത് രാജ്യത്തെ പരിപാലിക്കുന്നു. അങ്ങനെ ഇരിക്കെ രാജ്യത്തെ ജനങ്ങളുടെ സുഖത്തേക്ക് അന്വേഷിക്കാനായിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ദിവസം രഥത്തിൽ ഇങ്ങനെ നാട് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ ദീനമായിട്ടിരിക്കുന്ന, വളരെ പരിതാപകരമായിട്ടിരിക്കുന്ന ഒരു ദൃശ്യം അവിടെ കാണുകയാണ്. അതായത് ഒരു 3 കാലും നഷ്ടപ്പെട്ടതായിട്ടിരിക്കുന്നു. അതായത് ഒരേ ഒരു കാലോട് കൂടിയിരിക്കുന്ന ഒരു കാള ഒരു പശുവിനോട്, ആ പശുവിന്റെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് പൊടിക്കുന്നുണ്ട്. കണ്ണുനീരാണോ രക്തമാണോ എന്ന് വളരെ സംശയമാണ്. അങ്ങനെ വളരെ ദീനമായിട്ടിരിക്കുന്ന, എല്ലും തോലുമായിട്ടിരിക്കുന്ന അങ്ങനെ അവരുടെ ഒരു സംവാദത്തെ കേൾക്കാനിടയാവുന്നു. അതിന്റെ അടുത്ത് തന്നെ ഒരു കണ്ടാൽ രാജാവിനെ പോലെ ഇരിക്കുമെങ്കിലും വേഷഭൂഷാദികളൊക്കെ രാജാവിനെ പോലെയാണ്. പക്ഷെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും രാജാവല്ല, അതിദുഷ്ടനായിട്ടിരിക്കുന്ന ആളാണെന്ന് മനസ്സിലാവും. ഒരു ദണ്ട് പിടിച്ച് ഈ കാളയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടിരിക്കുന്ന ഒരു ദൃശ്യത്തെ ദൂരെ കാണുകയും പരീക്ഷിത്ത് അങ്ങോട്ട് അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ അവരുടെ സംസാരം കേട്ട് നിങ്ങൾ ആരാണ് എന്നവിടെ അന്വേഷിക്കുകയാണ്. അപ്പോ ധർമ്മദേവനാണ് ഇവിടെ കാളയുടെ രൂപത്തിൽ, പുരാണങ്ങളിലെല്ലാം ധർമ്മദേവനെയാണ് കാളയുടെ രൂപത്തിൽ പറയുക.
ഭൂമിയാണ് പശു രൂപത്തിലിരിക്കുന്നത്. അവരോട് എന്താണ് നിങ്ങളുടെ ദുഃഖം, ഇതാരാണ് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ദുഃഖം എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ധർമ്മദേവനായതുകൊണ്ട്, ധർമ്മവക്താവായതുകൊണ്ട് അവിടെ നേരിട്ട് ഒരാൾ കുറ്റം ചെയ്താൽ ആ കുറ്റം ചൂണ്ടിക്കാണിച്ചാൽ വരെ പാപമുണ്ട് അത്രേ. അപ്പൊ അതുകൊണ്ട് ധർമ്മപുത്രനവിടെ ധർമ്മദേവനവിടെ നേരിട്ട് പറയണില്ല. ഇതെന്തോ ചിലര് പറയും നമുക്ക് ദുഃഖത്തിന് എന്താണ് ദുഃഖം എന്നവിടെ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുമ്പോ ചിലര് പറയും നമ്മുടെ ദുഃഖ കാരണം നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്നതായിട്ടുള്ള പാപമാണ് എന്ന് ചിലര് പറയുന്നുണ്ട്. അതല്ല, ഈശ്വരൻ തന്നെയാണ് ഈ ദുഃഖം തരുന്നതും സുഖം തരുന്നതും ദുഃഖം തരുന്നതും എല്ലാം ഈശ്വര ഇച്ഛയാണ് എന്ന് ചിലര് പറയുന്നുണ്ട്. എന്തോ എനിക്കിപ്പോ ഇതാണ് കാലം എന്നാണ് അവിടെ പറയണത്. പരീക്ഷിത്ത് മഹാരാജാവിന് മനസ്സിലാവുന്നു ഈ ശാസിക്കുന്നതായിട്ടിരിക്കുന്ന ഒരു ശൂദ്രൻ ആണ് എന്ന രാജാവിന്റെ വേഷത്തിൽ നിൽക്കുന്ന അവനെ പരീക്ഷിത്ത് മഹാരാജാവ് വില്ലും അമ്പും എടുത്ത് പരീക്ഷിത്തിനെ കണ്ട ഉടനെ ഇയാൾ ഓടുന്നു. ഉടനെ പരീക്ഷിത്ത് പുറകെ ഓടുന്നു. അങ്ങനെ വില്ലും അമ്പും എടുത്ത് അവനെ എയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഉടനെ പരീക്ഷിത്ത് മഹാരാജാവിന്റെ കാലിൽ ശരണാഗതി ചെയ്യണത്. ക്ഷത്രിയന്മാർക്ക് തന്നെ ശരണാഗതി ചെയ്തവരെ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ വധിക്കാൻ പറ്റില്ല. അപ്പൊ നീ ആരാണ് എന്നായി. അപ്പൊ പറഞ്ഞു, ഞാൻ ഈ യുഗത്തിന്റെ അധിപനാണ്, കലിയാണ് എന്ന് പറഞ്ഞു. എന്റെ യുഗമാണ് ഇപ്പോ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ എല്ലായിടത്തും കലി സഞ്ചരിക്കാൻ പറ്റില്ല. ഇപ്പൊ പരീക്ഷിത്തായിട്ടിരിക്കുന്ന ഞാൻ ഇവിടെ പാണ്ഡവരുടെ അതിഭക്തന്മാരായിട്ടിരിക്കുന്ന ധർമ്മപുത്ര തുടങ്ങിയിട്ട് ധർമ്മദേവൻ തന്നെ അവതാരമായിട്ട് വന്ന ധർമ്മപുത്രരുടെ വംശത്തിലിരിക്കുന്ന പരീക്ഷിത്ത് ഞാൻ രാജ്യം ഭരിക്കുമ്പോൾ നീ ഇങ്ങനെ എല്ലാവരും ഉപദ്രവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥലം പറഞ്ഞോളൂ, അവിടെ മാത്രം ഇരുന്നാൽ മതി എന്ന് ശാസിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഉടനെ ഒരു 4 സ്ഥലങ്ങൾ, ദ്യൂതം, പാലം, ശ്രീയസൂന, ചൂത് കളിക്കുന്ന സ്ഥലം. ഇപ്പൊ പിന്നെ ചൂതുകളിയില്ല. വാത് വെച്ച് അല്ലെങ്കിൽ എന്താ പറയാ പണയം വെച്ച് അല്ലെങ്കിൽ പൈസ പറഞ്ഞ് കളിക്കുന്നതായിട്ടുള്ള എന്ത് കളിയാണേലും അങ്ങനെ ദ്യൂതം. പാലം പിന്നെ എല്ലാവർക്കും അറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കേരളത്തിനെ ഒരു കരാളഹസ്തം പോലെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ ബിവറേജ് ഇല്ലാത്ത നാടില്ല, മുട്ടിന് ഉണ്ട്. അപ്പൊ ആ സുരാപാനം, പിന്നെ വേശ്യാ സ്ത്രീ സംഗമം, ഇങ്ങനെയൊക്കെയുള്ള ഹിംസ നടക്കുന്നിടം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് മാത്രമേ അതിൽ മാത്രം ചുരുങ്ങിയിരിക്കുക, അങ്ങനെയുള്ളവരുടെ മാത്രമേ കലി ബാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അപ്പോ കലി വീണ്ടും പുനഃയാജയാമാസാണ്. പോരാ ഇത് തന്നെയാണ് കലി എങ്ങനെയാണ് ബാധിക്കുന്നതിന്റെ ഉദാഹരണം ഇതാണ്. എനിക്ക് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ പോരാന്ന് വീണ്ടും പറയുമ്പോ ഉടനെ ഇവിടെ ഭാഗവതത്തിൽ വായിക്കുമ്പോൾ ജാതരൂപം എന്നാണ് കാണുന്നത്, സ്വർണം എന്ന് കാണാം. അപ്പൊ നമ്മള് താലിയൊക്കെ ഇടുന്നത് സ്വർണത്തിലല്ലേ എന്ന് ചോദിക്കും. അപ്പം അധർമ്മമായിട്ട് സമ്പാദിക്കുന്ന പണത്തിൽ എന്നാണ് അതിനൊരു ഗുരുനാഥന്മാരൊക്കെ അതിലൊരു വ്യാഖ്യാനം പറയുക. സ്വർണം എന്നതിന്റെ പദ അർത്ഥം എടുക്കണ്ട. അപ്പൊ അങ്ങനെ അധർമ്മമായിട്ട് സമ്പാദിക്കുന്ന ധനത്തിൽ, ഈ ഒരൊറ്റൊരെണ്ണം മതി. അധർമ്മമായിട്ടിരിക്കുന്ന സമ്പാദിക്കുന്ന പണം കൊണ്ടാണ് നമുക്ക് ഈ ബാക്കി 4 സ്ഥലത്തേക്കും പോകാൻ പറ്റണത്. അത് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ ഇനി എങ്ങനെ ഈ അധർമ്മമായിട്ടുള്ള പണത്തെ ധർമ്മമായി തീർക്കാം എന്നും ഗുരുനാഥൻ ഒരു എളുപ്പവഴി പറയാറുണ്ട്. നമുക്ക് കിട്ടുന്ന ധനത്തിൽ ഒരു അംശം ഭഗവാനായിട്ട് സമർപ്പിക്കുക. അപ്പൊ ബാക്കി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിന് അതിന് നല്ലതായി തീരും, പുണ്യമായി തീരും എന്നും അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ ഒരു 5 സ്ഥലം, അവിടെ മാത്രമേ നീ ഒതുങ്ങിയിരിക്കാൻ പാടുള്ളൂ, എല്ലാവരെയും ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കലിയെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. ഭാഗവതത്തിൽ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പരീക്ഷിത്ത് അന്ന് വധിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനോടൊരു സമാധാനം പറയാം. കാരണം കലികാലത്തിൽ ഏറ്റവും എളുപ്പമാണ്. രാവിലെ ഇവിടെ പറഞ്ഞു, ഗുരുനാഥൻ പ്രഭാഷണത്തിൽ പറഞ്ഞു, നാമജപം ഒന്നുകൊണ്ട് നമുക്ക് മോക്ഷത്തിന് ഭഗവാനിലേക്ക് ഭക്തി ഉണ്ടാവും, ഭഗവാനിലേക്ക് ലയിക്കാൻ സാധിക്കും, ഭഗവാനിൽ എത്താൻ സാധിക്കും. വേറെ ഒന്നും വേണ്ട, തപസ്സോ ധ്യാനമോ യജ്ഞമോ ഒന്നും ഇപ്പൊ കലികാലത്തിൽ ശുദ്ധമായിട്ട് സാധിക്കുന്നതല്ല.
ഈ നാമകീർത്തനം മാത്രമാണ് ഭാഗവതത്തിൽ ഏകാദശ ആകുമ്പോൾ പറയും ഏത് നാമം ജപിക്കണമെന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. ഏതാണ് കലിസന്ധരണ ഉപനിഷത്ത് എന്ന് നാരദ മഹർഷി ഉപദേശിക്കുന്നുണ്ട്. പറയുന്ന കേൾക്കുമ്പോ ഏതാണ്ട് വലിയ ഉപനിഷത്ത് ഒന്നുമല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത്ര സിമ്പിളാണ്, ഇത്ര ലഘുവാണ്. വേറെ ഒന്നും വേണ്ട, ഈ ഒരു നാമത്തെ ജപിച്ചാൽ മതി എന്നതുകൊണ്ടാണ് കലിയെ പരീക്ഷിത് മഹാരാജാവ് വധിക്കാതെ വിടുന്നത്. അങ്ങനെ അത്ര അടക്കി വെച്ചു എങ്കിലും ഈ പരീക്ഷിത് മഹാരാജാവിനെയും കലി ഒരിക്കൽ ബാധിച്ചു എന്നുള്ളതാണ്. അത് ഈ കലിയുഗമാണ്. അപ്പോ ഏതൊരു നിമിഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു നിമിഷം നമ്മൾ ഭഗവാനെ ചിന്തിക്കാതിരിക്കുന്നു, ഭഗവാനെ സ്മരിക്കാതിരിക്കുന്നു, ഭഗവാന്റെ കീർത്തനം പാടാതിരിക്കുന്നു, ആ നിമിഷം കലി നമ്മളിലേക്ക് വരികയാണ്. അപ്പൊ വരാതിരിക്കണമെങ്കിൽ സദാ നാമം ജപിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം. അങ്ങനെ ഏതായാലും ഒരിക്കൽ പരീക്ഷിത് മഹാരാജാവ് കാട്ടിൽ നായാട്ടിനായിട്ട് പോവുകയും അപ്പോ ജലം കുടിക്കാൻ മതിയായിട്ടുള്ള ദാഹം ഉണ്ടാകുന്നു. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഒരാശ്രമത്തിൽ കണ്ണടച്ച് ധ്യാനത്തിലായിട്ടിരിക്കുന്ന ഒരു മഹർഷിയാണ് കാണുന്നത്. പക്ഷെ കണ്ടപ്പോ എന്തോ ആ ഒരു കലി പ്രവേശം ഉള്ളത് കൊണ്ട് പരീക്ഷത്തിന് ഉടനെ ദേഷ്യം വരികയാണ് ചെയ്യണത്. ജലം 1-2 പ്രാവശ്യം ജലമുണ്ടോ മഹർഷിയോട് വളരെ ബഹുമാനത്തോടൊക്കെ ചോദിച്ചു. പക്ഷെ ഉത്തരവൊന്നും കിട്ടാതെ വന്നപ്പോ പരീക്ഷത്തിന് ദേഷ്യം വന്നു. ഉടനെ രാജാവായിട്ടിരിക്കുന്ന ഈ സമ്രാട്ടായിട്ടിരിക്കുന്ന എനിക്ക് ഒരു തുള്ളി വെള്ളം തരാൻ അങ്ങേക്കൊന്ന് കണ്ണു തുറന്നുകൂടെ? ഇതെത്ര വലിയ ധ്യാനം, ഇതൊക്കെ ഒരു കള്ള സന്യാസിയാണോ? ഇത്രയൊക്കെ ഞാൻ പറയണത് കേൾക്കാതിരിക്കുകയാണോ എന്നൊക്കെ ഒരു കോപത്തോടു കൂടി തോന്നുകയും അപ്പോഴാണ് അടുത്ത് ഒരു ചത്തതായിട്ടിരിക്കുന്ന പാമ്പിനെ കണ്ടു. അതിന്റെ ശരീരത്തെ എടുത്ത് മഹർഷിയുടെ തോളിൽ ഇട്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യണം. അങ്ങനെ ഇട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദാഹം മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. ഇതൊക്കെ നമുക്കും ഉണ്ടാവാറുണ്ടല്ലേ, ആ ഒരു നിമിഷത്തിലുണ്ടാവുന്ന. അപ്പൊ നമ്മൾ പറയണ വാക്കേ ഞങ്ങള് കൊളോക്കിയലായിട്ട് പറയണ തന്നെ കലി കയറി എന്നാണ് പറയുക അല്ലെ. അപ്പൊ എന്തായാലും അത് സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്. അത് നമുക്ക് ശേഷം മനസ്സിലാവും കഥ പഠിക്കുമ്പോൾ. അങ്ങനെ ചത്ത പാമ്പിനെ കഴുത്തിലിട്ടിട്ട് പരീക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ചു നേരം കഴിയുമ്പോ ഈ ഇദ്ദേഹത്തിന്റെ മഹർഷിയുടെ പുത്രൻ അവിടെ വരികയും ഈ ഒരു ഇതിനെ കണ്ട് തന്റെ അച്ഛന്റെ കഴുത്തിൽ ആരാണോ ഈ ചത്ത പാമ്പിനെ ഇട്ടത് അയാൾക്ക് 7 ദിവസത്തിനുള്ളിൽ തക്ഷകന്റെ കടിയേറ്റ് മരണം ഉണ്ടാവട്ടെ എന്നവിടെ ഒരു വാക്കിനെ വിസർജിക്കുകയാണ്. അവിടെ കൗശിക്യാവ് ഉപസൃശ്യ വാക് വജ്രം വിസർജ. സാധാരണ എല്ലാവരും വായിക്കുമ്പോ ഒരു 2 കുത്ത് കാണുമ്പോ എല്ലാവരും ഒരു ഹ വായിക്കാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിസർജ ഹ. അവിടെ ഒരു എന്താ പറയാ, അഹോ കഷ്ടം എന്നുള്ളതിനാണ് അവിടെ ഒരു ഹ എന്നുള്ളൊരു അക്ഷരത്തെ അവിടെ കൊടുക്കുന്നത്. കാരണം അവിടെ വാക്ക് അല്ലെ, നമ്മൾ പറയാറുണ്ട് അല്ലെ, വിട്ടുപോയ വാക്ക് അല്ലെ, കല്ല് പോയാൽ നമുക്ക് കുനിഞ്ഞെടുക്കാം, പക്ഷെ വായിൽ നിന്ന് പോയ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ ഒരു ശാപത്തെയാണ് കൊടുക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് ഉണർന്നതായിട്ടിരിക്കുന്ന മഹർഷി ഉടനെ ചോദിക്കുകയാണ് ചെയ്യണത്, എന്താണ് കുഞ്ഞെ, എന്താ ഇവിടെ ഒരു കോലാഹലം, ഒരു ശബ്ദം കേട്ടത് എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ പറയാ, അച്ഛന്റെ കഴുത്തിൽ എന്താ കിടക്കണേന്ന് നോക്കൂ. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഇത്ര ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച് ജ്ഞാനത്തിലിരിക്കുന്നതായിട്ടുള്ള അങ്ങേ ഇങ്ങനെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ? ആരായാലും ഞാൻ ശപിച്ചിരിക്കണു എന്നാണ് പറഞ്ഞത്. ഉടനെ മഹർഷി അപ്പോഴാണ് നോക്കണത് തന്റെ കഴുത്തിൽ കിടക്കണ ആ പാമ്പിന്റെ ശരീരത്തെ. ഉടനെ തന്നെ അവിടെ കിടക്കുന്ന ഒരു കമ്പ് കൊണ്ടെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ചോദിച്ചു, ഇത് ഇത്രയല്ലേ ഉള്ളൂ കുഞ്ഞെ, ഇതിന് ഒരു വടിയെടുത്ത് ഇതിനെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ പോരെ? ഇനി ഞാൻ ആ നദിയിൽ പോയി കുളിച്ചാൽ ശുദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ ശരീരത്തിലല്ലേ അശുദ്ധിയുള്ളൂ, അതിനുവേണ്ടി എന്തിനാണ് ഇങ്ങനെ ശാപമൊക്കെ കൊടുത്തത് ചോദിക്കുകയാണ്. പിന്നെ ആരാണ് കൊണ്ടിട്ടത്, എന്താണ് സംഭവം എന്നറിയാൻ ധ്യാനിച്ചു നോക്കണു. ഇപ്പൊ പരീക്ഷിത് മഹാരാജാവാണ് എന്ന് മനസ്സിലായി.
അപ്പോൾ ഇങ്ങനെ കലിയെ വരെ അടക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഈ സാമ്രാട്ടായിരിക്കുന്ന രാജാവില്ല എങ്കിൽ അതും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദുഷ്ടനാണെങ്കിലും ഒരു ഭരണാധിപതി ഉണ്ടല്ലോ, അതുകൊണ്ട് രാജ്യം സ്വസ്ഥമായിട്ടിരിക്കും എന്നാണ്. ദുഷ്ടനായിക്കോട്ടെ, നമ്മളിൽ നിന്ന് കണ്ടമാനം കരം പിരിക്കുന്നവരായിക്കോട്ടെ, എന്നാലും ഒരു സ്ഥാനത്തിരിക്കാൻ ഒരാളുണ്ടല്ലോ, അത് തന്നെ ഒരു സമാധാനമാണ്. അതില്ലെങ്കിൽ തന്നെ രാജ്യത്തിന് വളരെയധികം ദോഷം ഇതുപോലെ ഒന്നും അല്ലായിരിക്കും ഉണ്ടാവുക, ഇതിലും കൂടുതൽ അപകടങ്ങൾ രാജ്യത്തുണ്ടാവും. അപ്പൊ ആ ഭരണാധിപതിയാണ് നീ ഇപ്പൊ ശപിച്ചിരിക്കുന്നത്, ആ പരീക്ഷിത്ത് മഹാരാജാവിനെയാണ് ശപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്നും വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് ശിഷ്യരെ പറഞ്ഞു വിടുകയാണ് മഹർഷി ചെയ്യണത്. ഇതേ സമയം തിരിച്ച് എത്തിയ പരീക്ഷിത്ത് മഹാരാജാവ് കൊട്ടാരത്തിലെത്തിയതിനു ശേഷമാണ് ആ കിരീടം അഴിച്ചു വെച്ച് ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് കഴിഞ്ഞപ്പോ പരീക്ഷിച്ച് ചിന്തിക്കുകയാണ്, താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ട് തനിക്ക് എന്താണ് ഒരു പ്രയോജനം ഉണ്ടായത്? അന്നേരം ദാഹം ഉണ്ടായിരുന്നു, പക്ഷെ മഹർഷി അധിക്ഷേപിച്ചത് കൊണ്ട് തന്റെ ദാഹം തീർന്നു എന്ന് ചോദിച്ചാൽ തീർന്നിട്ടില്ല. താൻ എന്തിനങ്ങനെ പ്രവർത്തിച്ചു? താൻ ചെയ്തത് മഹാ അപകടമായിട്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഈ നമ്മൾ വിചാരിക്കും മഹർഷിമാരല്ലേ ബ്രാഹ്മണര് അവിടെ ഇരുന്ന് ബ്രാഹ്മണര് 108 ഗായത്രി ജപിക്കണത് മുഴുവൻ ലോകാസമസ്ത, അല്ലാതെ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടോ എവിടെയെങ്കിലും ഒരു കോണിലിരുന്ന് ഭാഗവതം വായിക്കണതും പൂജ ചെയ്യണതും ഒന്നും അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് എന്ന് വിചാരിക്കുന്നില്ല ഒരിക്കലും. ബ്രാഹ്മണരായിക്കോട്ടെ, മഹർഷിമാര് കാട്ടയിരുന്ന് കൊടും തപസ് ചെയ്യുന്നു, വേനലും മഴയും മഞ്ഞും സഹിച്ച് തപസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവരാരും എനിക്ക് സുഖാവണേ എന്ന് വിചാരിച്ചിട്ടൊരു കാര്യം ചെയ്യാറില്ല, ഈ ലോകത്തിന് സുഖാവണേ. നമ്മുടെ ആപ്തവാക്യം തന്നെ അതാണ്, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ മഹർഷി അവിടെ ഇരുന്ന് കാട്ടിലിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? ഒരിക്കലും ഒരു രാജാവും ചെയ്യാൻ പാടില്ലാത്തതായിട്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണല്ലോ ഭഗവാനെ ഞാൻ ചെയ്തത്. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി? ഇനി അഥവാ ഞാൻ ചെയ്തു പോയി ആയിക്കോട്ടെ, ഇനി അതിൻ്റെതായിട്ടുള്ള എന്ത് ദോഷമാണ് വരുന്നെങ്കിലും, എന്ത് ശാപമാണ് വരുന്നെങ്കിലും അത് എനിക്ക് മാത്രമേ വരാൻ പാടുള്ളൂ, എൻ്റെ രാജ്യത്തിനോ എൻ്റെ വംശത്തിനോ വരാൻ പാടില്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മഹർഷി പറഞ്ഞു വിട്ടതായിട്ടിരിക്കുന്ന ശിഷ്യന്മാര് കൊട്ടാരത്തിൽ വരുന്നതും ഇതുപോലെ 7 ദിവസത്തിനുള്ളിൽ തക്ഷകനാൽ മരണമുണ്ട് അങ്ങക്ക് എന്നുള്ള ആ വാർത്തയെ അറിയിക്കാനായിട്ട് അവരെത്തിച്ചേരുന്നു. ഇതറിഞ്ഞ പരീക്ഷത്തിന് വളരെ സന്തോഷമാണ് ഉണ്ടായത്. കാരണം എനിക്ക് തന്നെ കിട്ടിയല്ലോ ശാപം എന്നാണ്, എൻ്റെ കുലത്തിനോ അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിനോ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, എനിക്ക് മരണം ഉണ്ടാവും, അതെപ്പോഴാണേലും മരണം ഉള്ളതാണ്. അപ്പൊ സമാധാനായി. കാരണം ഒരുപാട് നാളുകളായി ഞാൻ ഈ രാജ്യഭാരത്തെ ഒന്ന് വിട്ട് സ്വസ്ഥമായിട്ട് ഭഗവത് കഥ കേട്ടിരിക്കണം എന്ന് വളരെയധികം പരീക്ഷത്തിടയ്ക്ക് ലോകപര്യടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമായണം കേൾക്കാനായിട്ട് പോയിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് കഥ പറയുന്ന സൂതൻ പറയുന്നുണ്ട്, അങ്ങേക്ക് ഇപ്പോ സമയമായിട്ടില്ല, അങ്ങ് രാജ്യപരിപാലനം അങ്ങയുടെ കർത്തവ്യം ചെയ്യേണ്ടതാണ്, അതിനുശേഷം ഭഗവത് കഥ കേൾക്കാൻ സമയമുണ്ടെന്ന്. അപ്പൊ പരീക്ഷത്തിന് വളരെയധികം അഹോവയം ധന്യതമാഹ എന്നാണ്, എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞ് പരീക്ഷത്ത് ഉടനെ എന്നെ കാരണം തനിക്ക് ഒരു ചെറിയൊരു ദാഹം പോലും സഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? തന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ്, ഞാൻ രാജാവാണ് എന്ന് ചിന്തിച്ചപ്പോഴാണ്. അപ്പൊ ഈ തനിക്ക് അഹങ്കാരം ഉണ്ടാവാനുള്ളതായിട്ടിരിക്കുന്ന ഈ എന്താ പറയാ ബലം, വൃദ്ധകോശം, പ്രകോപിത ബ്രഹ്മകുല, ആ രാജ്യ ആടയാഭരണങ്ങൾ, തനിക്കുള്ള സ്വത്ത്, വലിയ സമ്പത്ത്, അതിനെ എല്ലാത്തിനെയും ഒരു നിമിഷം തൃണവത്കരിച്ചുകൊണ്ട് അതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മരവുരി ധരിച്ച് ഗംഗാതീരത്ത് പോയി ഗർഭപുല്ല് വിരിച്ച് പ്രായോപവേശത്ത് ചെയ്യാണ് ചെയ്യുന്നത്. പ്രായോപവേശം എന്ന് വെച്ചാൽ ഇനി മരണം എത്തുന്നത് വരെ ജലപാനം പോലും ഇല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് യമുനാ തീരത്ത് പോയിട്ട് ഗംഗാതീരത്ത് പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വിവരത്തെ അറിഞ്ഞുകൊണ്ട് ആ സമയത്തുള്ളതായിട്ടിരിക്കുന്ന എല്ലാ മഹർഷിമാരും അവിടെ
എത്തിച്ചേരാണ്. ഓടി 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 വരികയാണ്. അത്ര വസിഷ്ഠ ചവന ശരദ്വാൻ അരിഷ്ടനേബൃഭൃങ്കിരാശ്ച പരാശരോ ഗാരുസോദരാമ ഉദധ്യ ഇന്ദ്രപ്രമദോ ഉദ്മവാഹോ മേധാതിർ ദേവല ആഷ്ടിഷേണ. അങ്ങനെ ഭരദ്വാജൻ തുടങ്ങി ഗൗതമൻ, വിപ്പലാദൻ, മൈത്രേയൻ, ഔഷൻ, കവയൻ, കുംഭയോനി, ദൈവായനൻ, ഭഗവാൻ നാരദശ്ച, നാരദര് വരെ അവിടെ എല്ലാ അന്യേത് ദേവർഷി ബ്രഹ്മർഷി വരിക. ദേവർഷികള്, ബ്രഹ്മർഷികള്, രാജർഷികള് തുടങ്ങിയിട്ടുള്ള എല്ലാ ഭക്തന്മാരും മഹർഷിമാരും എല്ലാവരും അവിടെ ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഗംഗാതീരത്ത് ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവ്, എനിക്ക് ഭഗവാന്റെ കഥകളെ പറഞ്ഞു തരൂ, എനിക്ക് 7 ദിവസമേ എനിക്കിനി ജീവിതാവധിയുള്ളൂ, എനിക്ക് ഭഗവാന്റെ കഥകളെ പറഞ്ഞു തരൂ, ഭഗവാന്റെ കഥകളാണ് എനിക്ക് കേൾക്കേണ്ടത്, അത് പറഞ്ഞു തരൂ എന്ന് അപേക്ഷിച്ചിട്ടും ഒരു മഹർഷി പോലും അനങ്ങാതെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി എന്തോ ഒന്നിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തത്രാഭവത് ഭഗവാൻ വ്യാസപുത്രോ എതിർച്ഛയാന്ന്. ആരും വിളിച്ചിട്ടോ ഒന്നുമല്ല. എതിർച്ഛയ എന്നുള്ളതിനൊരു വ്യാഖ്യാനം പറയുന്നത് യത് ഇച്ഛയാന്നാണ്. യത് എന്ന് വെച്ചാൽ തത് എന്ന് വെച്ചാൽ ഭഗവാൻ, സാക്ഷാത് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് എന്നാണ്. ആരും വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല, അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യണത്. വ്യാസപുത്രനായിട്ടിരിക്കുന്ന സാക്ഷാൽ ശുകബ്രഹ്മ അവധൂത വേഷത്തിൽ 16 വയസ്സ് പ്രായത്തോടുകൂടി വളരെ യൗവനയുക്തനായിട്ടിരിക്കുന്നു. കരുണ നിറഞ്ഞതായിട്ടുള്ള കണ്ണുകളോടുകൂടി അഴിച്ചിട്ടതായിട്ടുള്ള കേശം, കുഞ്ചിരോമങ്ങളൊക്കെ ഭഗവാന്റെത് പറയണത് പോലെ തന്നെ ചെറിയ തലമുടിയൊക്കെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. വളരെ പ്രസന്നമായിട്ടിരിക്കുന്ന മുഖം, ദീർഘബാഹുവായിട്ടിരിക്കുന്നു. ദിഗ്വാസസം എന്നാണ്, വിവസ്ത്രനായിക്കൊണ്ട് സ്ത്രീകളോടും കുട്ടികളോടും കൂടി നാമജപത്തോടുകൂടി അവിടെ എതിർച്ചയാ ഗുരുനാഥൻ ശുഖബ്രഹ്മം അവിടെ ആഗതനാകുന്നു. എല്ലാവരും എഴുന്നേറ്റ് വന്ദിച്ചു. പരീക്ഷിത്ത് മഹാരാജാവ് തലയിൽ അഞ്ജലി പുരസ്ഥനായി ചെന്ന് നമസ്കരിച്ച് ഗുരുനാഥനെ ആനയിച്ച് ഇരുത്തി അദ്ദേഹത്തോട് പ്രണമ്യമൂർധനാ വൈദഗ്ധാഞ്ജലിൽ നത്വാഗിരാ സോനൃതയ അന്വവൃച്ഛം. അവർ ശാന്തലോചനായിട്ടിരിക്കുന്ന ആ ഗുരുനാഥനോട് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്, അങ്ങയെ കാണാൻ സാധിച്ചത്, എൻ്റെ മുമ്പിൽ എനിക്കൊന്ന് കാണാൻ സാധിച്ചത് തന്നെ എൻ്റെ അനേക ജന്മ പുണ്യം, എൻ്റെ ഭാഗ്യമാണ്. കൃപയാ അധിക രൂപേണ, അങ്ങയുടെ കൃപ കൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങയെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുനാഥ, ഞാനിനി മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവിടെ അതാണ് ചോദിക്കണത്, എനിക്ക് മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നില്ല. മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്താണ് ഇനി കേൾക്കേണ്ടത്, ശ്രോതവ്യം അധോ ജപ്യം, എന്ത് മന്ത്രമാണ് ജപിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, എന്താണ് ഏത് രൂപത്തെയാണ് സ്മരിക്കേണ്ടത്, ഏതിനെയാണ് ഭജിക്കേണ്ടത്, ബ്രൂഹി യദ്വാ വിപര്യം, എന്താണ് കേൾക്കേണ്ടാത്തത്, എന്താണ് പറയേണ്ടാത്തത്, എന്താണ് സ്മരിക്കേണ്ടാത്തത്, എന്താണ് ഭജിക്കേണ്ടാത്തത്, അതും എനിക്ക് പറഞ്ഞു തരണം അല്ലയോ ഗുരുനാഥ എന്ന് വളരെ വിനീത നമ്രനായിട്ട്. അങ്ങ് ഒരു നിമിഷം മാത്രം പോലും ഭൂമിയിൽ നിൽക്കാത്തവനാണ്. കാരണം ഒരു പശുവിനെ കറക്കുന്നതായിട്ടിരിക്കുന്ന സമയം മാത്രം അങ്ങ് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുന്ന അങ്ങ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത് ഭഗവാന്റെ കൃപ തന്നെയാണ്, ഗുരുനാഥന്റെ കൃപ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത്, ഇനി ഞാൻ ചോദിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എനിക്ക് പറഞ്ഞു തരണം, പറഞ്ഞ് അനുഗ്രഹിക്കണം എന്ന് വിനീത നമ്രനായിട്ട് ഗുരുനാഥനെ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുന്ന പരീക്ഷത്തിനെയാണ് നമ്മൾ പ്രഥമ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായത്തില് കാണുന്നത്. അങ്ങനെ ആ ഗുരുനാഥന്റെ പാദത്തിൽ തന്നെ അടിയന്റെ വാക്കുകളെ സമർപ്പിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.